ഹായ് ആൾ, എല്ലാവർക്കും നമസ്കാരം. സ്കൂളിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ ക്വിക്കായിട്ട് തന്നെ നമുക്ക് നോക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയമാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, ഇൻട്രോ ഒക്കെ പറഞ്ഞ് ഒരുപാട് നീട്ടുന്നില്ല, ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ യൂണിറ്റ് 4 ആണ് കേട്ടോ. നമ്മൾ കുറച്ചൊന്ന് ഫ്രണ്ടിലാണ്. അപ്പോൾ യൂണിറ്റ് 4 തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയമാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ യൂണിറ്റ് 4 തന്നെ നമ്മൾ പറയുന്നത് എന്താണ്, ആ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ യൂണിറ്റ് 4 എന്ന് പറയുന്നത് ദ ഹീലിംഗ് ടച്ച് എന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യൂണിറ്റ് ആണ്. അതിൻ്റെ അകത്ത് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എന്നാൽ വളരെ കുഞ്ഞ്, വളരെ ഷോർട്ടായിട്ട് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിൽ തന്നെ ഏറ്റവും ചെറിയൊരു പോയം എന്ന് പറഞ്ഞാൽ അതിതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഏതായാലും നോക്കാം. ആൻഡ് ഇറ്റ് ഈസ് ഓൾ യു ഹൂ സ്ലീപ് ടു നൈറ്റ്. ആൻഡ് ഇതിനെപ്പറ്റി ഓദറിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് നമ്മൾ, അതൊക്കെ നമുക്ക് നോക്കാനുണ്ട്. ആൻഡ് നോക്കാം, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, ഇത്രയേ ഉള്ളൂ. നമ്മൾ വിചാരിക്കും ഇനി അടുത്ത ഉണ്ടോ, ഇല്ല, ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയൊരു പോയമാണ് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ടെക്സ്റ്റ് അതേപോലെ തന്നെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അതേപോലെ സ്ക്രീൻഷോട്ട് ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് അത്ര ക്ലിയർ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റും കൂടെ ഒന്ന് കയ്യിൽ എടുത്ത് വെക്കുക. ടെക്സ്റ്റിൽ പേജ് നമ്പർ 113 ആണ് പേജ് നമ്പർ. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് വായിക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ കൂടുമല്ലേ? ഓക്കെ. ഓൾ യു ഹൂ സ്ലീപ് ടു നൈറ്റ്, ഫാർ ഫ്രം ദ വൺസ് യു ലവ്, നോ ഹാൻഡ്സ് ടു ലെഫ്റ്റ് ഓർ റൈറ്റ്, ആൻഡ് എംപ്റ്റിനെസ് എബവ്. Know that you aren't alone. The whole world shares your tears, some for 2 nights or 1, and some for all their years. Okay. അപ്പോൾ എൻ്റെ ഓദർ വിക്രം സെയ്താണ്. 1952 വിക്രം സെയ്ത് ജനിച്ചിരിക്കുന്നത് വർഷം. ആൻഡ് 20th June. ആൻഡ് ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ പറയാണ്, ഞങ്ങളുടെ 2 ബർത്ത്ഡേ ആണ് കേട്ടോ, ഇയർ അല്ല. ഞാനും 20th June ആണ്, വിക്രം സെയ്തും 20th June ആണ്. അപ്പം അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞോളൂ. ഞാൻ 52 അല്ല കേട്ടോ, 1952 ഒന്നും അല്ല, ഞാൻ ജസ്റ്റ് ഡേറ്റ് കണ്ടപ്പോൾ പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വിക്രം സെയ്തിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയം തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. യെസ്, ഓൾ യു ഹു സ്ലീപ് ടു നൈറ്റ്. ആ ഒരു പിക്ചർ ഉണ്ടോ? ആ ഒരു പിക്ചറിൽ നമുക്ക് കാണാം ഒരു, എന്താ പറയുക, ഒരു പില്ലോയിൽ ഒരു കുട്ടി ഇങ്ങനെ കിടക്കുന്നതായിട്ടൊക്കെ ഒരു ഇമേജ്, ഒരു വേഗമായിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് മനസ്സിലാകും അല്ലേ? ആൻഡ് സ്ലീപ്പ്, ഉറക്കമൊക്കെ ആയിട്ട് ഒരു എന്താ പറയുക, ബന്ധപ്പെടുത്തിയൊക്കെ പറയുന്ന പോലെയൊക്കെ നമുക്ക് തോന്നാം. ഒരുപാട് ഡീപ്പായിട്ടുള്ള എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു മീനിങ് ആണ്. അതാണ് അതിൻ്റെ ഒരു കോൺട്രാക്റ്റിംഗ് ഐഡിയാസ് ഒക്കെയാണല്ലേ പറഞ്ഞിരിക്കുന്നത്. അതായത് ഡീപ്പുമാണ്, എന്നാൽ ചെറിയ രീതിയിലൊരു കോൺട്രാസ്റ്റ് ഉണ്ട്. നമുക്ക് നോക്കാം. ഓൾ യു ഹൂ സ്ലീപ് ടു നൈറ്റ്. ഇവിടെ പോയിട്ട് ആദ്യം തന്നെ എന്താണ് പറയുന്നത്? ടു നൈറ്റ്, ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ ഇന്ന് ഈവനിങ്ങിൽ കിടക്കാൻ പോകുന്ന എല്ലാവരെയുമാണ് അഡ്രസ്സ് ചെയ്യുന്നത് നമ്മുടെ ഓദർ. ഓൾ യു ഹൂ സ്ലീപ് ടു നൈറ്റ്, ഇന്ന് രാത്രി കിടക്കാൻ പോകുന്ന എല്ലാവരും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ അഡ്രസ്സ് ചെയ്യുന്നത് തന്നെ യു ആണ്, ഓൾ യു, നിങ്ങളെല്ലാവരെയും. സോ ഇവിടെ എന്താണ്, വായനക്കാരനെ അല്ലെങ്കിൽ ഇത് ആരൊക്കെ ശ്രദ്ധിക്കുന്നോ അവരെ എല്ലാവരെയുമാണ് നമ്മുടെ ഓദർ ഇവിടെ മീൻ ചെയ്യുന്നത്. ഇന്ന് രാത്രി കിടക്കാൻ പോകുന്ന എല്ലാവരെയും. ഫാർ ഫ്രം ദ വൺസ് യു ലവ്. യെസ്. ആൻഡ് ഇവിടെ എന്താണ് പറയുന്നത്, ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ചില ആളുകളൊക്കെ, അല്ലെങ്കിൽ നമ്മളിൽ കുറച്ച് പേരെങ്കിലും നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളുകളുടെയൊക്കെ അടുത്ത് നിന്ന് ഒരുപാട് ദൂരെയായിരിക്കും. അത് ചിലപ്പോൾ വർക്കായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിത്തമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കാം, ഒരുപാട് ദൂരെയായിരിക്കും. അതാണ് നമ്മൾ പറയുന്നത്. ചില ആളുകളെ പറ്റി പറയുന്നു, അവരുടെ ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നൊക്കെ ഒരുപാട് മാറി അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളെ പറ്റിയിട്ട് ആണ് പറയുന്നത്, സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ പറ്റിയിട്ട്. ഓക്കെ. നോ ഹാൻഡ്സ് ടു ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് ക്ലോസ് ആയിട്ട് അല്ലെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്യാനായിട്ട് തൊട്ടടുത്ത്, അല്ലെങ്കിൽ അവരൊന്ന് സമാധാനിപ്പിക്കാൻ പോലും അടുത്ത് ആളുകളൊന്നും ഇല്ലാത്ത ആളുകളെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. ഓക്കെ, യെസ്. നോ ഹാൻഡ്സ്, ദേ ഹാവ് നോ ബഡി, ആരുമില്ല അവർക്ക് അല്ലേ അടുത്ത്. ഇവിടെ ഒരു ഫിസിക്കലി ഒന്നും ഒരു പ്രസൻസ് ഇല്ല എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ബെഡിൽ വേറെ ആരുമില്ല ഫിസിക്കലി അവരൊന്ന് ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ഇമോഷണലി ഒന്ന് സമാധാനിപ്പിക്കാനോ ഒന്നും ഒരു ഫിസിക്കൽ പ്രസൻസ് അവിടെ ഇല്ലെന്നാണ് പറയുന്നത്. ആൻഡ് എംപ്റ്റിനെസ് എബോവ്,
മൊത്തത്തിലൊരു തനിച്ചാക്കപ്പെട്ട ഒരവസ്ഥയെ പറ്റിയിട്ട് നമ്മുടെ ഓഥർ ഇവിടെ പറയുന്നുണ്ട്. ആൻഡ് എംപ്റ്റിനെസ് എബോ എന്നാണ് പറയുന്നത്. ഒരു തനിച്ചാക്കപ്പെട്ട ഒരു അവസ്ഥയെ പറ്റി പറയുന്നു. എംപ്റ്റിനെസ് തന്നെയാണ്, ഒരു ലോൺലെസ്സിനെ പറ്റിയിട്ടാണ് ഓഥർ ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരൊറ്റ ലൈൻ കൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടിയും ഒരു ക്വയറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓപ്പൺ സ്പേസ് പോലെ നമുക്ക് തോന്നും. അതായത് എംപ്റ്റി ആയിട്ട് നിൽക്കുന്ന ഒരു സ്പേസിനെ പോലെ നമുക്ക് തോന്നാം. ദെൻ ഇനി അതിൻ്റെ ഒരു ഷിഫ്റ്റ് നമുക്ക് നോക്കാം. നോ ദാറ്റ് യു ആർ ഇൻറ്റ് അലോൺ. ഇവിടെ പറയുകയാണ്, പോയറ്റ് ഒന്നുകൂടി ഉറപ്പിച്ച് പറയുവാണ്, നമുക്ക് തന്നെയാണ്, നിങ്ങൾ ഒറ്റപ്പെട്ടാണ് എന്നൊക്കെ തോന്നിയാൽ പോലും, ചില സമയത്ത് നിങ്ങൾക്ക് വിഷമം വരാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണെന്ന് തോന്നിയാൽ പോലും നിങ്ങൾക്ക് മാത്രമല്ല ഇങ്ങനൊരു ഫീലിംഗ് തോന്നുന്നത്, അല്ലെങ്കിൽ ലോകത്ത് നിങ്ങൾക്ക് മാത്രമല്ല ഇങ്ങനൊരു ഫീലിംഗ് തോന്നുന്നത് എന്ന് പറയുവാണ്. നോ ദാറ്റ് യു ആർ ഇൻറ്റ് അലോൺ. നിങ്ങൾ ഈ ഒരു ജേർണിയിൽ നിങ്ങൾ തന്നെയല്ല. ദ ഹോൾ വേൾഡ് ഷെയർസ് യുവർ ടിയേഴ്സ്. എന്താണ് ഇവിടെ പറയുന്നത്? ലോകത്തുള്ള എല്ലാവരും, അല്ലെങ്കിൽ മെജോറിറ്റി ആളുകൾ, അല്ലെങ്കിൽ എല്ലായിടത്തുമുള്ള ആളുകൾക്കും ഇതേ ലോൺനെസ്സും അതുപോലെ തന്നെ ഇതേ വിഷമവും ഇതേ സാഡ്നെസ്സും ഒക്കെ ചില സമയങ്ങളിലെങ്കിലും തോന്നാറുണ്ട്. ഇവിടെ മീൻ ചെയ്യുന്നത് വെച്ചാൽ ഈ സഫറിങ്ങും സോറോയും ഒക്കെ ഒരുപാട് പേർക്ക് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. സം ഫോർ 2 nights or 1. ചില ആളുകൾക്ക് സാഡ്നെസ് അല്ലെങ്കിൽ ഒരു ലോൺലെസ് എന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കും, ഷോർട്ടായിരിക്കും, ജസ്റ്റ് 1-2 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആൻഡ് സം ഫോർ ഓൾ ദെയർ ഇയേഴ്സ്. ആൻഡ് ചില ആളുകൾക്കോ ഈ സാഡ്നെസ്സും ലോൺലെസ്സും ഒക്കെ ഒരുപാട് വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരുപാട് നാളുകളിലേക്ക് നീണ്ടു നിൽക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഓഥർ പറയുന്നത് എന്താണ്? ഇങ്ങനെ ആ ഒരു വിഷമം, ആ ഒരു സഫറിങ് ഒക്കെ, അല്ലെങ്കിൽ ആ ഒരു ദുഃഖം കൊണ്ട് നടക്കുന്ന ആളുകളുടെ, അല്ലെങ്കിൽ ആ ഒരു സഫറിങ്, ആ ഒരു ലെങ്ത്, അല്ലെങ്കിൽ ആ ഒരു ടൈം അല്ലെങ്കിൽ പീരീഡ് മാറി മറിഞ്ഞൊക്കെ നിൽക്കും. ആൻഡ് ഈ ഒരു പോയത്തിൻ്റെ മെയിൻ ഐഡിയ എന്താണ്, അല്ലെങ്കിൽ മെയിനായിട്ട് പറയുന്നത് എന്താണ്? പോയം ഇവിടെ പോയറ്റ് ഇവിടെ പറയുന്നത് ഒറ്റയ്ക്കിരിക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ ലോൺലി ആയിട്ടിരിക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആളുകളിൽ നിന്ന് ഒരുപാട് ദൂരെ മാറി താമസിക്കുന്ന ആളുകളെയൊക്കെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ അവരെയൊക്കെ ആശ്വസിപ്പിക്കുകയാണ് നമ്മുടെ പോയറ്റ് ഇവിടെ ചെയ്യുന്നത്. ആൻഡ് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആണ്. ലോകത്തുള്ള ഒരുപാട് പേര് ഈ ഒരു ഫീലിംഗ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർക്ക് കുറച്ച് സമയത്തേക്കായിരിക്കും, ചില ആളുകൾക്ക് കുറച്ചധികം നാളുകളിലേക്കായിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ എന്നിട്ട് പറയാണ്, ലൈക്ക് ഇത് ഒരു കംഫർട്ട് നിങ്ങൾക്ക് തന്നേക്കാം, പക്ഷേ ഒരു ലാർജ് പാർട്ട് ഓഫ് ഹ്യൂമൻ, അല്ലെങ്കിൽ ഒരുപാട് ഹ്യൂമൻസിന് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ന് പറയുവാണ്. ഓക്കെ, ആൻഡ് ഇത്രയേ ഉള്ളൂ പോയം. സിമ്പിൾ അല്ലേ? യെസ്. അപ്പോൾ ജസ്റ്റ് ഒരു ക്വിക്കായിട്ടൊരു സമ്മറിയാണ് മിസ്സിന് തന്നത്. ആൻഡ് വിക്രം സെയ്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഓഥർ. കൽക്കട്ടയിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഇന്ത്യൻ നോവലിസ്റ്റും പോയറ്റും ഒക്കെയാണ്. ഒരുപാട് അവാർഡ്സ് ഒക്കെ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ അക്കാദമി അവാർഡ് ആൻഡ് പത്മശ്രീക്ക് കിട്ടിയിട്ടുള്ളൊരു നോവലിസ്റ്റ് അല്ലെങ്കിൽ ഓഥറാണ് ഇദ്ദേഹം. ഓക്കെ, ആൻഡ് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്വിക്കായിട്ട് നമുക്കൊന്ന് ഈ ടെസ്റ്റിൽ തന്നിരിക്കുന്ന ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇൻ ഹൂസ് കമ്പനി ഡു യു വിഷ് ടു സ്ലീപ്പ്? ആരുടെ കമ്പനിയിലായിരിക്കും? അപ്പോൾ ഒരു മോഡൽ ആൻസർ എന്ന രീതിയിൽ നമുക്കിവിടെ പറയാൻ പറ്റും. ഒന്നെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ കൂടെ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ, നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട്, അല്ലെങ്കിൽ ചിലപ്പോൾ സിബ്ലിങ്സ് ആയിരിക്കാം, നമ്മുടെ അനിയനായിരിക്കാം, അനിയത്തിമാരായിരിക്കാം, അല്ലേ, അവരുടെയൊക്കെ കൂടെ ആയിരിക്കാം നമുക്ക് കിടക്കൽ. ചേച്ചിയായിരിക്കാം, ചേട്ടനായിരിക്കാം, അല്ലെങ്കിൽ അച്ഛനായിരിക്കാം, അമ്മയൊക്കെ ആയിരിക്കാം. നമ്മൾ ആരുടെ കൂടെ കിടക്കാനാണ്, അല്ലെങ്കിൽ ആരുടെ കമ്പനിയായിട്ട്, അല്ലെങ്കിൽ ആരുടെ കൂടെ ഒപ്പമാണ് നമുക്ക് കിടക്കാൻ താല്പര്യമുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ ഡു പീപ്പിൾ ഫീൽ വെൻ ദേ ആർ ഫാർ ഫ്രം ദിയർ ലവ്ഡ് വൺസ്? എന്തായിരിക്കും? കുറച്ച് വിഷമം തോന്നും, എംപ്റ്റിനെസ് തോന്നും, ലോൺനെസ് തോന്നും, അതുപോലെ അവരടുത്തുണ്ടായിരുന്നെങ്കിലൊക്കെ തോന്നാം, അല്ലേ? വൈ ഡസ് എ പോയറ്റ് സേ യു ആർ നോട്ട് എലോൺ? എന്തുകൊണ്ടാണ് പോയറ്റ് അങ്ങനെ പറയാൻ കാരണം എന്താണ്? കാരണം ഒരുപാട് ആളുകൾക്ക്, ലോകത്തുള്ള ഒരുപാട് ആളുകൾക്ക് ഈ സെയിം ഫീലിംഗ് തോന്നുന്നുണ്ടെന്നാണ് ഓഥർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെയല്ല, ഈ ഒരു ഫീലിംഗ് ഉള്ള ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ വിചാരിക്കരുത് ഒരിക്കലും ഇത് നിങ്ങൾക്ക് മാത്രമാണ്, എനിക്ക് മാത്രം എന്താ ഇത്ര പ്രശ്നം എന്നൊക്കെ വിചാരിക്കരുത്. ഇത് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണെന്ന് ഓഥർ പറയുന്നു. Okay, then suggest another title based on the theme of this poem. ഈ പോയത്തിൻ്റെ തീം അനുസരിച്ച് നമുക്ക് വേറെ ഏത് തീം അല്ലെങ്കിൽ ഏത് ടൈറ്റിൽ കൊടുക്കാം? ഇപ്പോൾ എനിക്ക് വന്നൊരു ഐഡിയ ആണ്, യു ആർ നോട്ട് എലോൺ എന്നൊരു എന്നൊരു ടൈറ്റിൽ കൊടുക്കാൻ മേലെ. യു ആർ നോട്ട് എലോൺ എന്നൊരു ടൈറ്റിൽ നമുക്ക് കൊടുത്താൽ ആപ്റ്റ് ആയിരിക്കില്ലേ? അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പറയുകയാണ്, ഷെയർഡ് ടിയേഴ്സ് എന്ന് കൊടുക്കാം, അല്ലേ? അല്ലെങ്കിൽ ലോൺലി നൈറ്റ്സ് എന്ന് കൊടുക്കാം. മിസ് കുറച്ച് ടൈറ്റിൽസ് സജസ്റ്റ് ചെയ്തതേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കൊടുക്കാം. പിക്ക് ഔട്ട് ദ റൈമിംഗ് വേർഡ്സ് യൂസ്ഡ് ഇൻ ദ പോയം. ഏതൊക്കെയാണ് റൈമിംഗ് വേർഡ്സ്
പോയത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇതാ tonight right അതുണ്ടല്ലേ. ദെൻ പിന്നെന്തെങ്കിലും ഉണ്ടോ? ലവ് എബോവ്, ലവും എബോയും ഉണ്ട്. എലോൺ വൺ, യെസ്. ടിയേഴ്സ് ഇയേഴ്സ്, അതൊക്കെ റൈമിങ് വേർഡ്സ് ആണ് അല്ലേ? യെസ്, കറക്റ്റാണ്. ആൻഡ് അടുത്ത ഇതൂടെ നോക്കാം. Know that you aren't alone. What does this line mean? Write down your comments. ഇതിനകത്ത് എന്താണ് നമ്മൾ ടെക്സ്റ്റ് തന്നിരിക്കുന്ന ആക്ടിവിറ്റിയാണ് know that you aren't alone എന്ന് പറയുമ്പോൾ എന്താണ് മീൻ ചെയ്യുന്നത്? അതായത് നിങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ മാറി താമസിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ വിഷമം അനുഭവിക്കുന്ന, ലോൺലെസ് ഫീൽ ചെയ്യുന്ന ഒരേ ഒരാൾ നിങ്ങളാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഒരുപാട് ആളുകൾക്ക് ഇതേ സെയിം ഫീലിംഗ് ഉണ്ട്, ഒരുപാട് ആളുകൾ ഇതേ സെയിം ഫീലിംഗ് കൂടെ കടന്നു പോകുന്നുണ്ട് എന്നാണ്, അല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു ഹ്യൂമൻ എക്സ്പീരിയൻസ് ആണിതെന്നാണ് നമ്മുടെ ഓഥർ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ദെൻ അടുത്തത് the whole world shares your tears. What does share your tears means? എന്താണ് ഈ share your tears share your tears എന്ന് വെച്ചാൽ മീൻ ചെയ്യുന്ന എന്താണെന്നാണ് ചോദിക്കുന്നത്. ആൻഡ് അത് മീൻ ചെയ്യുന്ന എന്താണ്? എല്ലാവർക്കും ഈ വിഷമമൊക്കെ ഫീൽ ചെയ്യും. ഈ വിഷമം അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ കരയാറൊക്കെ ഉണ്ട്. സാഡ്നെസ് എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രമുള്ള കാര്യമോ അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, പലർക്കും ഇത് സിമിലർ ആയിട്ടുള്ള ഫീലിംഗ് ആണ്. ഡു യു ഫൈൻഡ് കംഫർട്ട് ഷെയറിങ് ടിയേഴ്സ്? ഇത് നമ്മുടെ പേഴ്സണൽ ആൻസേഴ്സ് ആണ്. ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഒരു വിഷമം ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസം തോന്നും. ചിലപ്പം ആ പറഞ്ഞതിലും കൂടുതൽ പ്രശ്നമായിരിക്കും ഒരാളോട് പറഞ്ഞു കഴിയുമ്പോൾ. അത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ വേണം അവിടെ നോക്കാനായിട്ട്. ഓക്കെ, ദെൻ കളക്ട് പോയിംസ് റിലേറ്റഡ് ടു ദ തീം ഷെയറിങ്. ഇവിടെ നിങ്ങൾ തന്നെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ പറയുന്ന, അത് നിങ്ങൾക്ക് വർക്കായിട്ട് ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്യാനുള്ള ആക്ടിവിറ്റീസാണ്. അപ്പോൾ വളരെ ക്വിക്കായിട്ടൊരു 10 മിനിറ്റ് കൊണ്ട് നമ്മളൊരു സമ്മറി, ഒരു പോയം നോക്കിയില്ലേ? ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളൊക്കെ കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ഹാപ്പി ലേണിംഗ്. ബൈ.